ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നും ചെറിയൊരു ട്രിപ്പ് വ്ലോഗായിട്ടാണ് വന്നത്. മൽപ്പേക്കാണ് പോകുന്നത്. മൽപ്പയ്ക്കും സിറ്റി സെൻറ്ററിലേക്കാണ് പോയത്. സിറ്റി സെൻറ്ററിൻ്റെ വീഡിയോ ഞാനിതിലേക്ക് ആഡ് ആക്കിയിട്ടാണ്, കുറച്ച് ലോങ് ആണ്. അപ്പോൾ മൽപ്പയ്ക്ക് നമുക്ക് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ മൽപ്പയ്ക്ക് പോയത്. അപ്പോൾ ഉച്ചയായി, ജുമാൻ്റെ ടൈമായി. അപ്പോൾ ഉള്ളാളം ദർഗയിലേക്കൊന്ന് കയറിയിട്ട് നിസ്കരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഇപ്പോൾ നിസ്കാരമൊക്കെ അലൗഡാണ്, പക്ഷെ സിയാറത്ത് ചെയ്യാൻ പറ്റിയില്ല. സിയാറത്ത് ചെയ്യാനുള്ള അലൗഡ് ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കെല്ലാം നിസ്കരിക്കുന്ന സൗകര്യം നല്ലതിലുണ്ടായിരുന്നു. ഫാത്തിമ ഈ മുട്ടായി കണ്ടിട്ട് അത് വേണമെന്ന് വാശി പിടിച്ചിട്ട് കയറുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് കൊടുക്കാൻ പോയി. നിസ്കാരൽ കഴിഞ്ഞ ശേഷം ഉടുപ്പിയിലേക്ക് പോയി. ഉച്ചക്കത്തെ ഫുഡ് ആരും കഴിച്ചിട്ടുണ്ടായിട്ട. അപ്പോൾ നല്ലൊരു ഹോട്ടലിലേക്ക് നിർത്തി. ഉടുപ്പി ഹോട്ടലിലാണ് നിർത്തിയത്. മൽപ്പ ബീച്ചിൻ്റെ കുറച്ച് ഇപ്പുറന്നെയാണ് ഈ ഹോട്ടൽ. ഇവിടുന്ന് കുറച്ച് പോകാനേ ഉള്ളൂ മൽപ്പയ്ക്ക്. മീൽസാണ് കഴിച്ചത്. കൂടെ ഫ്രൈയും ഓർഡറാക്കി. പിന്നെ എല്ലാവരും ഓരോരോ ഐസ്ക്രീമും കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞ് മൽപ്പയിലേക്ക് പോയി. ഞങ്ങൾ പോയത് മാരിസ് ഐലൻഡ് എന്ന ബീച്ചിലേക്കാണ്. അതിൻ്റെ അപ്പുറം ഓപ്പൺ ബീച്ച് ഉണ്ടായിരുന്നു. അവിടെ പാരച്യൂട്ടെല്ലാം ഉണ്ട്. അവിടത്തേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, ടൈം കുറവായതുകൊണ്ട്. അവിടെ എത്തിയിട്ടാകുമ്പോൾ ഫാത്തിമാക്ക് കണ്ടത് തൊപ്പി. പിന്നെ വെയിലായതുകൊണ്ട് ഒക്കെ തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞ്. അങ്ങനെ തൊപ്പി ഫസാനും ഫാത്തിമാക്കും മേങ്ങി കൊടുത്ത്. അങ്ങനത്തെ വേണ്ട. ഇഷ്ടപ്പെട്ടാ?
പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി. ഒരാൾക്ക് 250 രൂപയാണ് ചാർജ്. സെൽഫ് ജാക്കറ്റെല്ലാം ധരിക്കണം. എന്നാലും നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല രസമുണ്ടായിന് ബോട്ടിൽ പോകാൻ. കടലിൻ്റെ നടുവിലൂടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഞാൻ പോയിട്ടുണ്ടായിട്ടാ, നല്ല ഇഷ്ടപ്പെട്ടു. ബോട്ടിൽ പാട്ടെല്ലാം വെച്ചിട്ട് നല്ല രസമുണ്ടായിന്. അത്ര സൗണ്ടിലാണ് വെച്ചത്. ഡാൻസ് കളിച്ച് പോവും, അത്ര രസമുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അപ്പുറത്തെ കരയിലേക്കാണ് പോകുന്നത്. ആ കരയിലേക്ക് ഈ ബോട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ആ ചെറിയ ബോട്ടിലേക്ക് ഇപ്പം ഞങ്ങൾ മാറും. ഈ ചെറിയ ബോട്ടിൽ നമ്മൾ അപ്പുറത്തെ കരയിലേക്ക് പോകും. ആ കാണുന്നതെല്ലാം ഇപ്പോൾ അപ്പുറം കരയിലെല്ലാം പോയിട്ട് തിരിച്ചിട്ട് വരുന്ന ബോട്ടാണ്. നമ്മളിപ്പോൾ ആരും മനുഷ്യന്മാർ താമസിക്കാത്തൊരു ദ്വീപിലേക്കാണ് എത്തിയത്. ഇത് നമ്മൾ 4 സൈഡും കടലാണ് ഉള്ളത്. ഇവിടെ കുറച്ച് തെങ്ങും കുറച്ച് സ്ഥലവും അങ്ങനെ കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ചുറ്റിലും കടലാണ് കാണുന്നത്. കോവിഡ് അല്ലാത്ത സമയത്ത് അവിടെ ചെറിയ ചെറിയ ഷോപ്പെല്ലാം ഉണ്ടായിന്. ഇളനീർ, പിന്നെ വെള്ളം, പിന്നെ സ്നാക്സ്, അങ്ങനെ ചെറിയ ചെറിയ കടികളെല്ലാം കിട്ടുന്ന കടയെല്ലാം ഉണ്ടായിന്.
ഇവിടുത്തെ മണലല്ല, ഇവിടെ ഫുള്ള് മറ്റേ ഇതാണ് ചിപ്പിളിയില്ലേ, അതാണ് ഉണ്ടായത്. നമ്മളവിടെയെല്ലാം പൂഴിയല്ല അധികം ഉണ്ടാക്കിയത്, ഇവിടെ അധികവും മറ്റേ ചിപ്പിളിയാണ് ഉണ്ടായത്. നല്ല ശുദ്ധ വെള്ളമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലിയർ വെള്ളമാണ്. നല്ല രസമുണ്ടാവും കാണാൻ, നല്ല രസമുള്ള സ്ഥലമാണ്. സമയം പോയതേ അറിയുന്നില്ല. ഞങ്ങൾക്ക് ആകെ അരമണിക്കൂറേ ഉള്ളൂ. ഞങ്ങൾ മരിബായതുകൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോകണം. പിന്നെ ലാസ്റ്റ് ബോട്ടാണ് ഞങ്ങളത്. അത് കുറച്ച് സമയം കളിക്കാൻ കഴിഞ്ഞിട്ടു. ആ സമയം പിള്ളേരെല്ലാം വെള്ളത്തിൽ കഴിഞ്ഞിട്ട് കളിച്ച്, അത്ര ആഴം ഉണ്ടായിട്ടാ കരയിൽ തന്നെ അങ്ങനെ നിന്നിട്ട് അവർ കളിപ്പിച്ച്. ഇവിടെ ആകെ അരമണിക്കൂർ സ്പെൻഡ് ആക്കാനുള്ള അലോഡേ ഉണ്ടായിട്ടു. കാരണം ലാസ്റ്റ് ബോട്ടാണ് ഇനിയുള്ളത്. സമയം ലേറ്റായി, ഇല്ലെങ്കിൽ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടേനും. നല്ല ഉണ്ടായിന്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്കാണ്. ആ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ബൈ.